അപ്പോൾ ഇന്ന് സിനിമാ പ്രേമികൾ ഏറെ സന്തോഷിക്കുന്ന ഒരു ദിനമാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായൺ ഒരുക്കിയ ബിഗ് ബജറ്റ് സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രം പേട്രിയറ്റ് ഇന്നു മുതൽ ആഗോള റിലീസായ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ മാത്രം 500-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. രാവിലെ 9:15 ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം. 125 കോടിയോളം ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മലയാളം കൊണ്ട് ഏറ്റവും വലിയ റിലീസുകളിലൊന്നായി ഈ ചിത്രം മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനിയിപ്പോൾ 9:15 ഷോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും തയ്യാറായിരിക്കുന്നു. രാവിലെ തന്നെ തിയേറ്ററിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഒട്ടും ക്ഷമയില്ല ആർക്കും. ഇപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ മാത്രമല്ല, ചാക്കോച്ചനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാരയുണ്ട്. അങ്ങനെ ഒരു വമ്പൻ താരനിരയാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റിനപ്പുറം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഗോകുൽ. ഷിഹാസ്, കീർത്തന എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഈ പ്രേക്ഷകരൊക്കെ തന്നെ ആകാംക്ഷാഭരിതരാണ്. എങ്ങനെയായിരിക്കും ആ ചിത്രം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിൻ്റെ മുൻപിലാണ്. അവിടെ നമുക്ക് മോഹൻലാലിൻ്റെ വലിയ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ കാണാം. ഇവിടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ ഫാൻ ഷോ നടക്കുക. അതിനപ്പുറത്തേക്ക് ഏരീസ് ഫ്ലെക്സിലാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ഫാൻസ് ഷോ അടക്കം നടക്കുക. എന്തായാലും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സിറ്റി യൂണിറ്റ്, അതേപോലെ തന്നെ ശ്രീവരാഹം യൂണിറ്റ്, ഫോർട്ട് യൂണിറ്റ്, തൈക്കാട് യൂണിറ്റ്, അങ്ങനെ എല്ലാ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ പല ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ബോർഡുകളും ഒക്കെ ഇപ്പോൾ ന്യൂ തിയേറ്ററിൻ്റെ മുൻപിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പല തിയേറ്ററുകളുടെയും, പത്മനാഭ തിയേറ്റർ അടക്കമുള്ള തിയേറ്ററുകളുടെ ഒക്കെ മുൻപിൽ ഇത്തരത്തിൽ വലിയ കൂറ്റൻ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ നിരന്നിരിക്കുകയാണ്. എന്തായാലും ഫാൻ ഷോ അടക്കം തുടങ്ങുന്നത് ഇവിടെ 9:15 അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ ഒരല്പസമയത്തിനകം ഈ പ്രദേശം ആകമാനം ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും സിനിമയെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. താരനിര അത്രത്തോളം തന്നെയുണ്ട്. ആ താരനിരയ്ക്കനുസരിച്ച് തന്നെ ചിത്രം ഉയരും എന്നുള്ളതും, അതേപോലെ തന്നെ സംവിധാനം മഹേഷ് നാരായണനാണെന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ തന്നെ തിയേറ്ററുകളിലേക്ക് ആളെ കൂട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി സിനിമാ പ്രേമികൾക്കും അതേപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ചിത്രത്തിൻ്റെ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വലിയ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷകളോടെയാണ് ആളുകൾ ഈ ചിത്രത്തെ കാണുന്നതെന്നുള്ളതാണ്. ആഗോളതലത്തിൽ 18 മുതൽ 20 കോടി വരെയാണ് പ്രീസെയിൽ നടത്തിയേക്കുമെന്നുള്ളൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ടെന്നുള്ളത്. അത്രത്തോളം പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും, മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് ആരാധകർക്കുമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, 18 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു ചിത്രത്തിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്, മലയാളികൾ ഉള്ളതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശം, അതായത് ഈ ന്യൂ തിയേറ്ററിൻ്റെ മുൻപിലത്തെ ആ ഒരു വലിയ പ്രദേശം, ആ പ്രദേശം ഒരല്പ നിമിഷത്തിനകം തന്നെ അത്രത്തോളം തിരക്ക് വന്ന് നിറയുന്ന ഒരു പ്രദേശമായി മാറും.